സിസ്റ്ററെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ അത്ഭുത കരം ചലിച്ച ഒരു സാക്ഷ്യമാണ് ഈ ബ്രദറിന് നമ്മോട് പറയാനുള്ളത്. ഈ ബ്രദറിൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഈ കുഞ്ഞിൻ്റെ പേര് നിത്യ പ്രശാന്ത്. ഈ കുഞ്ഞിന് 4 വയസ്സുണ്ട്. 3 മാസമായി കുഞ്ഞിന് തുടർച്ചയായി ജലദോഷമായിരുന്നു. ജലദോഷം കാരണം കുഞ്ഞിന് ശരിയായി ഉറങ്ങുവാൻ പോലും കഴിയത്തില്ലായിരുന്നു. ശരിയായി ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം മെഡിസിൻ ഉപയോഗിക്കാം, ദശ വളരുന്നുണ്ട്, കുറഞ്ഞില്ലെങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞു. എന്നാൽ 3 ആഴ്ച മുമ്പ് ബ്രദർ കുഞ്ഞുമായി നമ്മുടെ ചർച്ചിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ജോൺ ബ്രദറിനോട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കർത്താവിൻ്റെ കരം കുഞ്ഞിൻ്റെ മേലിരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വിളിച്ചു. അപ്പോൾ ബ്രദർ ഈ കാര്യം പറഞ്ഞു. ജോൺ ബ്രദർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ കുഞ്ഞ് കർത്താവിനെ കണ്ടു. മടങ്ങിപ്പോയപ്പോൾ കുഞ്ഞ് വീട്ടിൽ പറഞ്ഞു, യേശുപ്പച്ചൻ്റെ കരം എൻ്റെ തലയിലും എൻ്റെ നെഞ്ചിലും വെച്ചിരുന്നു എന്ന് പറഞ്ഞു. ബ്രദർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് അന്ന് കുഞ്ഞിന് ജലദോഷം മാറിപ്പോയി, പൂർണ്ണ സൗഖ്യമായി എന്നാണ്. താങ്ക് യു ജീസസ്. 4 വയസ്സുള്ള കുഞ്ഞാണ്. കുഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ എന്ത് പറഞ്ഞു? യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ആമീൻ. ഈ കുഞ്ഞിനെ കർത്താവ് തൊടുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞിനെ എടുത്തിരിക്കുന്ന ബ്രദർ, കണ്ണടി വെച്ച ബ്രദർ, നീ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ വന്നേ? കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. എന്ത് നിന്റെ കുഞ്ഞിനെ പറ്റിയേ? കുഞ്ഞിന് 2 മാസത്തിൽ കൂടുതലായി ജലദോഷം അങ്ങനെ മാറുന്നില്ല. അപ്പം ചെക്ക് ചെയ്തപ്പോൾ മൂക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു തടുപ്പ്. എനിക്ക് നിന്റെ കുഞ്ഞിനെ കുറെ നേരമായിട്ട് കർത്താവ് തൊടുന്നത് എനിക്ക് കാണാം. ഞാൻ നിന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിന്റെ കുഞ്ഞിന് സൗഖ്യമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് കൈകളടിച്ച് ഒരു നല്ല ആമേൻ പറഞ്ഞേ. ആ കുഞ്ഞിനുമായിട്ട് അങ്ങ് സ്റ്റേജിലോട്ട് വരണേ. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാവോ? ഈ കുഞ്ഞിന്റെ മൂക്കിന്റെ പുറകിൽ ഒരു തടിപ്പുണ്ടെന്നാണ് പറയുന്നേ. അത് കുറച്ച് ഗൗരവമുള്ള കാര്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവരുടെ അകത്തൊരു പേടിയുണ്ട്. അങ്ങനെയുള്ള തടിപ്പുകൾ കാണുമ്പോൾ മനുഷ്യരുടെ അകത്ത് ക്യാൻസർ എന്ന പോലുള്ള അസുഖങ്ങൾ വരും എന്നൊരു പേടി വരാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് യേശുവിനെ കുഞ്ഞിന്റെ സൗഖ്യം കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇപ്പൊ അവിടുന്ന് ഈ പകൽ അപ്രത്യക്ഷമാകണം. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി കൈ അടിച്ച് ഒരു നല്ല ആമേൻ പറയാം. സംതിങ് ഈസ് ഫ്ലോയിങ് ഇൻ യുവർ ഫുൾ. തലയിൽ കൂടെ എന്തോ ഒഴുകുന്ന പോലെ തോന്നുന്നുണ്ടോ? അതിന് ഞങ്ങൾ വിളിക്കുന്നത് ദൈവശക്തി എന്നാണ്. നിങ്ങളൊന്ന് കൈകളടിച്ച് ഒരു നല്ല ആമേൻ പറഞ്ഞേ. അത് ഇപ്പൊ നിന്റെ കുടുംബത്തെ തൊടുവോ? നിങ്ങളൊരു നല്ല ആമേൻ പറയാൻ പറ്റുമോ? ഈ പകൽ ഈ മോന്റെ കുടുംബത്തെ ദൈവം തൊടട്ടെ. സൂപ്പർ നാച്ചുറലായ ഒരു സൗഖ്യം ഈ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കൈകടിക്കേ ഒരു ആമേൻ പറ. ഞാൻ ഈ മോൾക്കായി പ്രാർത്ഥിക്കുന്നപ്പോ അടിപ്പ് അപ്പോളിപ്പ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ അത് അപ്രത്യക്ഷമാകട്ടെ. അടുത്ത ആഴ്ച ഞങ്ങൾ ഈ കുഞ്ഞിന്റെ സാക്ഷ്യം കേൾക്കട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം വ്യാപരിക്കട്ടെ. 3 മാസമായിട്ട് കണ്ടിന്യൂസ് പ്രയാസമായിരുന്നു. ആ സമയം മുതൽ കുഞ്ഞ് സൗഖ്യമായി. പിന്നീട് ഇന്ന് വരെ വന്നിട്ടില്ല. സർജറി വരെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. ഏത് ഡോക്ടറാണ്, എവിടെയാണ് കാണിച്ചത്, എന്തൊക്കെയാണെന്ന് പറയാവോ? കാരക്കോണം മെഡിക്കൽ കോളേജിൽ കാണിച്ചു. സ്കാൻ ചെയ്തു. എക്സ്റേ എടുത്തപ്പോഴത്തേക്കും അതിൽ ദശ വളരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ സർജറി വരെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഡോക്ടർ മരുന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്? മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പക്ഷേ അതിന്റെ അടുത്ത ഒരാഴ്ചക്ക് അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ. ഒരാഴ്ചക്കുള്ള മരുന്ന് തന്നു, എന്നിട്ട് വിട്ടു. അവിടെ അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. ഈ മൂക്കിനകത്തുള്ള ജലദോഷം പോയി. അത് പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് ഉറപ്പാണോ? ശരിക്കും? എന്താ ബ്രദറിന്റെ പേര്? എൻ്റെ ഒരു പ്രശാന്ത്. പ്രശാന്ത്. എങ്ങനെ പ്രശാന്ത് ഇവിടെ വരാനിടയായത്? നമ്മളൊരു നമ്മളവിടെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരാൾ വരുന്ന ആ പാസ്റ്ററാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. ഒരു പാസ്റ്ററാണ് പറഞ്ഞു വിട്ടത്. അടിപൊളി കാര്യമാണ്. ഇൻ ജീസസ് നെയിം ആമേൻ.